യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം തലയും കുത്തി വീണിരിക്കുകയാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്നാണ് കേരളം നോക്കുന്നത്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ആരെല്ലാം? പേരുകളല്ലേ, തലകുത്തി വീണു എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ആത്മഹത്യ, പൊളിറ്റിക്കൽ സൂയിസൈഡാണ് നടന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ സൂയിസൈഡിലേക്ക് പോയിരിക്കുക കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡഡ് ഹിസ്റ്ററി വെച്ചുകൊണ്ട്. ഇനി അദ്ദേഹത്തിന് ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉന്നത തലങ്ങളിലേക്ക് തിരിച്ചെത്താൻ കാലം ആ മുറിവ് മായ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആകെ നാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെ തന്നെ നാറ്റിയ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അടിയും ഇരുട്ടടിയും കൂടിയാണ് ഏറ്റിരിക്കുന്നത്. കോൺഗ്രസിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പല നേതാക്കളും ഇന്ന് ഉന്നത പദവിയിലാണ്. MLA-മാരായോ MP-മാരായോ ഇരിക്കുകയാണ്. CPM ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇദ്ദേഹം ഉദിച്ചുയരുന്ന ഒരു താരമാണ്. അവിടെ വെച്ചാണ് ഇത് അടിയേറ്റിരിക്കുന്നത്. ശത്രുക്കൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ള ശത്രുക്കളുണ്ട്. അദ്ദേഹത്തെ പറ്റി ഈ ആരോപണത്തിന് മുമ്പ് തന്നെ വലിയ ശക്തമായ തരത്തിൽ എതിർപ്പുകൾ ഉയർത്തിയ ആൾക്കാരുണ്ട് ധാരാളമായിട്ട്. അങ്ങനെ ആ എതിർപ്പുകളെ മറികടന്നുകൊണ്ടും ഷാഫി പറമ്പലിൻ്റെ ആശീർവാദത്തോടും കൂടിയാണ് അദ്ദേഹം പാലക്കാട്ട് സ്ഥാനാർത്ഥിയത്. വടകരയിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ വെച്ചിരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഉപാധിയാണ് ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ നിർത്തണമെന്നുള്ളത്. കാരണം വടകരയിലെ വിജയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായതും വളരെ പ്രധാനപ്പെട്ടതുമായതുകൊണ്ട് അങ്ങനൊരു കീഴടങ്ങലിന് പാർട്ടി നിർബന്ധമാവുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡി അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അടി ഏറ്റിരിക്കുന്നത് ഒരാളിനെ മാത്രമല്ല, ഒറ്റപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട്. പ്രസിഡന്റ് സ്ഥാനമേ പോയിട്ടുള്ളൂ. പാർട്ടിക്ക് വേണ്ടി ഞാൻ ഇനിയും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ പൊന്നെ രാഹുലേ, നിങ്ങൾ ഇനി സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അമ്മപങ്ങന്മാരുടെ സമാധാനം കെടുത്തരുത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ വെളിപ്പെടൽ, ഇത് വാസ്തവത്തിൽ ഈ സ്ത്രീക്ക് റിലേഷൻ ഉണ്ടായിരുന്നു, പരസ്പരം അവർ റിലേഷനിൽ തന്നെ ആയിരുന്നു, സമ്മതത്തോടു കൂടിയുള്ള റിലേഷനിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പുറത്തു വന്ന സംഭാഷണം ആരെന്ന് ഞാൻ പറയുന്നില്ല. ആ റിലേഷൻസൊക്കെ ധാരാളമായി നടക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതാണ് വ്യത്യാസം. പണ്ടത്തെ കാലത്തെ ഇങ്ങനെയുള്ളതെന്ന് പറയുമ്പോൾ അതൊരു വ്യഭിചാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ന് ഇൻ റിലേഷൻ പബ്ലിക്കായിട്ട് എഴുതുകയാണ്. ഓരോരുത്തരുടെ വാട്സാപ്പ് ടാഗ് ലൈനിൽ എഴുതി വെക്കുന്നു ഇൻ റിലേഷൻ എന്ന് പറഞ്ഞാണല്ലോ എഴുതി വെക്കുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. സമൂഹം പുരോഗമിച്ചിരിക്കുന്നു എന്നേ ഞാൻ പറയുന്നു. ഉത്പതിഷ്ണുക്കളായിട്ടുള്ള വ്യക്തികൾക്ക് ഇതൊന്നും ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ആ ഒരു പാശ്ചാത്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർത്തൊന്നും കാര്യമില്ല. നദി എപ്പോഴും മുന്നോട്ടേ ഒഴുകിക്കൊണ്ടിരിക്കും, പുറകോട്ട് അത് ഒഴുകുകയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ തന്നെ ഈ റിലേഷൻ ഉണ്ടായിട്ടുള്ള ഒരു പാകപ്പിഴയുടെ കാര്യം, അതുപോലെ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ മനുഷ്യത്വമില്ലാത്ത സമീപനത്തിൽ കൂടിയുള്ള സംഭാഷണം, അവിടെയാണ് ക്രൂരമായ സംഭാഷണം. തെറ്റുപറ്റി കഴിഞ്ഞിട്ട് ആ ഗർഭചിത്രം അങ്ങ് നടക്കുക പെണ്ണിൻ്റെ സമ്മതം കൂടാതെ എന്നുള്ള രീതിയിലുള്ള സംഭാഷണം, അത് ഈ സത്യാനന്തര കാലഘട്ടം അനുവദിക്കുന്ന ഒന്നല്ല. ന്യൂ നോർമാലിറ്റി അല്ല. സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണം. മീറ്റു, പ്രത്യേകിച്ചും മീറ്റു അതിജീവിത പ്രശ്നങ്ങൾക്ക് ശേഷം സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സ്വത്ത് മാത്രമാണ് എന്നുള്ളത്. യുവർ ബോഡി ഈസ് യുവർ പ്രോപ്പർട്ടി. എനി ട്രസ്പാസ് ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് വിതൗട്ട് ഫിയർ ഓർ ഫേവർ ഓർ ഡിലേ. ഇവിടെ ഡിലേ വന്നിട്ടുണ്ട് കുറച്ച്. അത് കുറച്ച് കേസിനെ ദുർബലമാക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ അടുത്ത് നിൽക്കുന്നതിൽ 2 തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭ. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാക്കും പ്രതിപക്ഷം എന്നുള്ളത് അനുക്ത സിദ്ധമാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ആർക്കും ഇതിനെ പിന്തുണയ്ക്കാൻ വയ്യാതെയാണ്. സതീഷിന് ഒരിക്കലും കൈവിടാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഇങ്ങനെ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനൊരു കൃത്യത്തിലേക്ക് പോയിട്ടുള്ളതെന്ന് വ്യക്തമാണ്. കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ്. ഉദിച്ചുയരുന്ന ഒരു താരമായിരുന്നു. പിണറായി വിജയനെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഒരു യുവ നേതാവായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇമ്പോസ്റ്ററിങ് വിവാദം, ഐഡൻറ്റിറ്റി കാർഡ് വിവാദം, അതിലൊക്കെ നിന്ന് കോൺഗ്രസ് അദ്ദേഹത്തിനെ പരിരക്ഷിച്ചു പോകുന്നത്. ഇപ്പം നിവൃത്തിയില്ലാത്തത് കൊണ്ട് നാണം കെട്ടെന്നാണ് പത്രങ്ങളുടെ ഹെഡ്ലൈൻ. അത് 100% ശരിയാണ്. നാണം കെട്ട് രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അത് അനിവാര്യമായിരുന്നു, അല്ലാതെ രക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ തന്നെ പ്രക്ഷുബ്ധമാണ് പാലക്കാട് ഇപ്പോഴും കോഴിയെ വെച്ചുകൊണ്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കോഴിയെ വെച്ചുകൊണ്ട് സ്ത്രീകൾ ഒരു പ്രകടനം നടത്തുന്നത്. അപ്പം ഇതിൽ വേറൊരു താരമുണ്ട് അവിടെ. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വാശിയോടുകൂടി പ്രവർത്തിച്ച ആളാണ്. നിസാര കാരണം പറഞ്ഞ് BJPയിൽ നിന്ന് പോയിട്ട് വാശിയോടുകൂടി നിന്ന് പ്രവർത്തിച്ച ആളാണ് സന്ദീപ് വാര്യർ. എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളത്. കാരണം
BJPയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സാത്വികനാണ്. സ്ത്രീ വിഷയങ്ങളിൽ എന്ത് കുറ്റം BJPയെ പറഞ്ഞാൽ ഇതുവരെ ഒരു കേസും അവർക്കെതിരെ ഉണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. BJPക്കാർ പലതവണ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ. BJPയിലെ പല സൈബർ പോരാളികളും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്ത്രീ ബന്ധത്തെ കുറിച്ചാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ. അപ്പോൾ അത് പറ്റിയ ആൾ അദ്ദേഹം തന്നെയാണ്. ആ ഒരു പാതയിലൂടെ മുന്നേറി പോവുകയാണെന്നാണ്. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതുവരെ രാഹുൽ പറഞ്ഞിട്ടില്ല. തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒറിജിനൽ വോയിസിലല്ല, അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ആ വോയിസ് തൻ്റെ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊരു പരിപാടിയുണ്ട് ശ്രീജിത്ത്, ഇവരൊക്കെ മറന്നുപോയി. ഫോറൻസിക് പരിശോധനയിലൂടെ ഇതിൻ്റെ ഒറിജിനൽ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ട് അതിൽ ഏത് ശബ്ദമാണുള്ളതെന്ന് വെച്ചാൽ ആരുടെ ശബ്ദം ആത്മവിശ്വാസം, പരാതി നൽകില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അതാണ്. ആ പെൺകുട്ടി പേര് പറയാൻ മടിച്ചു, ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടി, പല പെൺകുട്ടികളുണ്ട് ഇതിൽ. ആ പേര് ഞാനും പറയുന്നില്ല. ആ കുട്ടിയുടെ, ആ കുട്ടി പറയുന്നത് എനിക്കിപ്പോഴും ദുഃഖമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആത്മാർത്ഥമായി പ്രണയിച്ചതായിരിക്കും. ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാ, വിവാഹ ബന്ധത്തിന് വേണ്ടിയുള്ള പ്രണയമാണ് എന്നാണ്. ഇപ്പോൾ അതോ ഇനി ഒരു തേൻകണിയാണോ എന്തൊന്നും. പക്ഷേ നാറേണ്ടത് നാറിക്കഴിഞ്ഞു, ഡാമേജ് സംഭവിക്കേണ്ടത് സംഭവിച്ചും കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അനാഥമാവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാഥനില്ലാതാവുകയും ചെയ്തു. പ്രസിഡന്റായി പല പേരുകളും വരുന്നുണ്ടല്ലോ. സന്ദീപ് വാര്യർ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സന്ദീപ് വാര്യർ ഒന്ന് വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഈ പറയുന്ന കഥകളൊക്കെ പുറത്തു വരുമല്ലോ. താങ്കളിപ്പോൾ പറഞ്ഞ കഥകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് വന്ന് പിന്നെ വേറൊരു പേര് കേൾക്കുന്ന അബിൻ വർക്കിയ, സജീവമായിട്ട് രംഗത്തിപ്പോൾ ഉള്ള ഒരാളാണ്. രാഹുലിനെതിരെ മത്സരിക്കുകയും വ്യാജ കാർഡ് ഇറക്കിയത്. അത് ആ കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. ഇനി അബിൻ വർക്കിയാണോ ഈ ഫോൺ സംഭാഷണങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്? അങ്ങനെയൊക്കെ പലതും സംഭവിക്കും ഈ പാർട്ടിക്കകത്ത്, ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആസൂത്രണമാണ്. കരുണാകരനെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ ചാരക്കേസ് കൊണ്ടുവന്നത്. അപ്പോൾ ആ പാരമ്പര്യമുള്ള പാർട്ടിയാണ്, അതിലെന്ത് സംഭവിക്കുക. അബിൻ വർക്കിയുടെ കൈ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമാണ്, നമ്മളുടെ വിഷയമില്ല. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളുടെ ആവശ്യം. പിന്നെ അഭിജിത്ത്, KSUവിലൂടെ പ്രസിദ്ധനായ ഒരാളാണ് അഭിജിത്ത് രാഘവൻ എന്ന് പറയുന്നത്. നല്ല സ്വഭാവം, എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടെടുത്തോളം നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് അഭിജിത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടുകാരനെ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പെട്ടെന്നല്ലേ ഗോപുര മണികളൊക്കെ തകർന്ന് നടുറോഡിൽ വീണ് കിടക്കുന്നത്. എനിക്കറിയില്ല, ഇവരെ നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാലമാണ് കേട്ടോ. പിന്നെ അതിൽ അഖിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അഖിൽ എന്ന് പറയുന്നത് കഴക്കൂട്ടത്തു നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ചിരുന്ന ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ ഒരാളും കൂടിയുണ്ട്. നേതാക്കന്മാർക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരാളിനെ പ്രസിഡൻ്റാക്കിയ മറ്റു നേതാക്കളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് പാരവയ്ക്കും. കോൺഗ്രസിൻ്റെ ട്രഡീഷൻ അങ്ങനെയാണല്ലോ. കരുണാകരനെ പാരവയ്ക്കാൻ എത്ര ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ആന്റണിയെ പാരവച്ച് ഇപ്പോൾ ഒരു സംഘടനാ സംവിധാനം പൂർണ്ണമായി തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയിലാണ്. പൂർണ്ണ സംഘടന ഇല്ലാതാവും. പക്ഷേ ഈ പിണറായി വിജയനെ നേരിടാനുള്ള ശക്തിയുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയല്ല, പാർട്ടിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഉറപ്പാണ്, UDFനാണ്. UDF തകരുകയാണ്. ഇതിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ഫാളിങ് എന്ന് പറഞ്ഞതുപോലൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഇന്ത്യയിൽ അത് പോയിക്കോട്ടെ, രാഹുൽ ഗാന്ധി അത് തീർത്തോളും. പക്ഷേ കേരളത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. അത് കേരളത്തിന് അനിവാര്യമായിരുന്നു ഈ UDF. ഇന്നത്തെ അവസ്ഥയിൽ ആ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റിരിക്കുന്നത്. ഇനി ആര് നയിച്ചാലും നയിച്ചില്ലെങ്കിലും ഇനി ആ സ്റ്റാറ്റസ് കോ ആൻറ്റി അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡാമേജാണ് ഏറ്റിരിക്കുന്നത്. സംശയമില്ല. ജഗതി ശ്രീകുമാറിനെ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? അതുപോലെ ചേർത്തലയിലെ ആ ഹൈവേയിൽ സംഭവിച്ചതുപോലൊരു അപകടം ഇപ്പോൾ പാർട്ടിക്ക് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ സംഭവിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.